സാറായിക്കോട്ടെ. അല്ല അതൊക്കെ എല്ലാരും വർത്താനം ഉസാറായിക്കുള്ളേ മൈലാജിയൊക്കെ ഞാൻ കൊണ്ടോണ്ടി കേട്ടോ. ഇപ്പൊ മുട്ടായി ഉണ്ടോ? സംഗതി ചീറിക്കണല്ലോ. അല്ലാണ്ട് മറ്റവനവിടെ കാത്തിക്കണോ? പിന്നെ അപ്പൊ നമ്മളെ പിന്നെ പ്രിയ കസ്റ്റമേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഈദ് മുബാറക്ക്. പക്ഷെ എനിക്ക് അതല്ല പറയാനുള്ളത്. ഈദ് മുബാറക്ക് എന്തായാലും പറയാണ്ട്, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പറയുന്നുണ്ട്. എന്താ പറയാ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനോട് അല്ലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലല്ല ഇങ്ങോട്ട് വന്നിരിക്കാം. അതായത് നമ്മൾ ഇന്നലെ എഫ് സ്റ്റോറ്, അതേപോലെ തന്നെ നമ്മളെ കേക്കരയിലെ നെല്ലിക്കുത്ത്, അതുപോലെ നമ്മളെ A1 സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് ചൂരക്കാവ്, അതുപോലെ നമ്മളെ കാളങ്കാവിലെ A1 സൂപ്പർ മാർക്കറ്റ്, ഇവിടൊക്കെ നല്ല കച്ചവടമാണ് നമ്മൾ ചെയ്തത്. പ്രതീക്ഷിക്കാത്ത കച്ചവടം അൽഹംദുലില്ലാഹ്. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി, കടപ്പാടും എന്നും എല്ലാവരോടും ഉണ്ടാകുമെന്നാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്തത് നമ്മൾ നെല്ലിക്കുത്താണ്. കാരണം ഒരു മാസമോ 3 ദിവസമോ ആയ കടയിൽ അത്രയും അധികം കച്ചവടം നടത്താൻ ചരിത്രമാണ്. കാരണം അവിടെ നമ്മൾ അത്രയും കൂടുതൽ, അതായത് ആ ഒരു 2 റൂമിലുള്ള കടയിൽ 5 ആളുകൾ ഇന്നലെ പണിയെടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരാൾക്കും ഒരു സാധനം തികയാതെ, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ പൊതുവെ ചപ്പ് പൊതിനൊന്നും തികയലില്ല. ചപ്പ്, പൊതിന, തൈര്, പാല് പിന്നെ നമുക്ക് അധികം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഏറിപ്പോയ ഒരു 1500-2000 പാക്കറ്റൊക്കെ നമുക്ക് അത്ര നമ്മൾ പാക്കറ്റ് സ്റ്റോക്ക് ചെയ്തത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ അധികം സ്റ്റോക്ക് ചെയ്തത് നമ്മളെവിടെയാണ്? സൂപ്പർ മാർക്കറ്റിലാണ്. ഏറ്റവും കുറവായിട്ട് സ്റ്റോക്ക് ചെയ്ത് നമ്മളെ നെല്ലിക്കുത്താണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് ഇവിടുന്ന് കൊപ്പിച്ച് സാധനം എത്തിച്ചു. പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് ചപ്പും പൊതിനൊക്കെ ഒരാൾക്ക് പോലും തികയാതെ നിന്നിട്ടില്ല. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്ന് പെരുന്നാളായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ട് എന്താ തുറക്കാത്തത്, തുറക്കണില്ല, സവനപ്പുമാണ്, പെപ്സിയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ തുറക്കൂല. കാരണം നമ്മൾ 2 മണിക്കാണ് ഏകദേശം കഴിഞ്ഞ് പോകുന്നത്. ശരീരത്തെ പുതിയ 2:30, ഒന്ന് കുളിച്ച് കടന്നു പുതിയ 2:45, 3 മണി. എന്നിട്ട് തന്നെ നമ്മൾ കണക്കൂട്ടിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സ് എടുക്കേണ്ടോല്, മുടി വെട്ടേണ്ടോല്, ഇങ്ങനത്തെ എല്ലാവരും നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഓരൊക്കെ നമ്മൾ പരിഗണിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെമ്പ് പൊട്ടിച്ച, അതേപോലെ ചോറ് വെച്ച, എല്ലായിടത്തും കൂടെ ഒക്കെ ഒന്ന് പോവുക, സന്ദർശിക്കുക, ഇതൊക്കെ വേണം നമുക്ക് നടത്താൻ. എല്ലാവരോടും ഈദ് മുബാറക്ക്. പിന്നെ വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി. കാരണം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഫുള്ളായിട്ട് തീർന്നു. ഒന്ന് അത് തീർന്നില്ലുപരി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കസ്റ്റമർ, പുതിയ ആളുകളൊക്കെ ഇഷ്ടമാണ്. പോലെ ഇനിയും വരും. ഇത്രയൊന്നും ഇങ്ങനെയല്ല ഞങ്ങൾ A1 സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ ചിലവരൊക്കെ പിന്നെ നെല്ലിക്കുത്ത് സ്കൂളിന്റെ അടുത്ത് ഒരു കട, അപ്പൊ അത് ഇത്രയും ആൾക്കാർക്കും ഇത്ര പ്രതീക്ഷ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ അത്രയും ആളുകൾ, ജനങ്ങളെ ഏറ്റെടുത്തിട്ടാണ് A1 സൂപ്പർ മാർക്കറ്റ്, ജനങ്ങളെ ഏറ്റെടുത്ത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊക്കെ എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ A1 ബ്ലോഗർ എന്ന ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ചാനൽ തുടങ്ങിയ ഭയങ്കര വിമർശനങ്ങൾ പിന്നെ നമുക്ക് കമന്റിലൂടെ അല്ല, നമുക്ക് ജനങ്ങളെ ഭാഗത്തുനിന്ന്, അതായത് ഓന്റെ ഒരു ചാനൽ എന്തിനാ പോനതിന്റെ ആവശ്യം, പോനെ അതല്ല ഇതല്ല, അല്ലാത്ത പണി തന്നെയല്ലേ, എന്തിനാ പോനതിന്റെ ആവശ്യം, അല്ലെങ്കിൽ തന്നെ ആൾക്കാരവിടെ വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയാണ് ഏവരും വിജയിപ്പിക്കുന്നത്. വിജയം കൊണ്ടെടുത്ത സോഷ്യൽ മീഡിയ
സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും നടക്കൂല. കാരണം ഇന്നിപ്പോ നമുക്കൊരു സവനപ്പോ അല്ലെങ്കിൽ ഒരു പെപ്സി, ഒരു സോപ്പ് വേണ്ട, ഒരു ചണ്ടി, കുളിച്ചാളെ ചണ്ടി വരെ ഓർഡർ ചെയ്യണത് നമ്മൾ തിരിങ്ങെ നോക്കിയാണ്ട് കുളിച്ചാളെ ചണ്ടി അതൊന്ന് ഇമ്മരത്തെ ഇവിടെ എത്തുന്ന ഒരു കാലമാണ് കുളിച്ചാൽ. അപ്പൊ ഈ ഒരു കാലത്ത് നമ്മളായിട്ട് എന്തിനാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കണത്? ഒരിക്കലും വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. നാടോടുമ്പോ നടക്കൂല. അതെ, നടുക്കടയിൽ ചെന്നാല് അതിന് ചെല്ലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഒരു മോശമാണ്. അപ്പൊ തിന്നണ നാട്ടിൽ ചെന്നാൽ കഷ്ണം തിന്നണം. അപ്പൊ പറയുകയാണെങ്കിൽ കൊറേ പറയാണ്ട്, പക്ഷെ അതൊന്നും പറയേണ്ട ഒരു സാഹചര്യം, ഒരു സന്ദർഭം ഒന്നല്ല. നമ്മൾ പറയാനുള്ളത് നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ പ്രിയ കസ്റ്റമേഴ്സിനോട് വളരെ സഹകരിച്ചതിനും അതുപോലെ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകൾ ഓലെ സഹായങ്ങളൊന്നും നമ്മൾ മറക്കൂല, ഇനിയും മറക്കൂല. അപ്പൊ നമ്മള് വെറുതെ ചെമ്പ് പൊട്ടിച്ചിന വീഡിയോ, തിന്നുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോ ഇതിലിപ്പോ കുറെ ആൾക്കാര് വിഷമിക്കണവരുണ്ടാവും, നമുക്ക് തിരിച്ചറിയാൻ കഴിയൂലല്ലോ. അപ്പൊ അവന്നിട്ടാണ് നമ്മൾ വെറുതെ വെറുപ്പിച്ചില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൻ ഓഫറുമായിട്ട് നമുക്ക് വീഡിയോ നാളെ കാണാം. ചൊവ്വാഴ്ച നമ്മൾ അതിഗംഭീരമായിട്ട് വളരെ ഉഷാറായിട്ട് എല്ലായിടത്തും ജിമ്മടക്കം നമ്മൾ തുറക്കുന്നുണ്ട്. ഇന്നൊക്കെ എല്ലായിടത്തും ലീവാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം എന്നുള്ളതാണ് പറയാനുള്ളത്.